ഓക്കെ. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ മസ്കുലർ ടിഷ്യൂവിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോഫ്റ്റ് ടിഷ്യൂ ആണ് മസിൽസിനെ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? ബോഡി പാർട്സിന്റെ മൂവ്മെന്റിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഷോർട്ടൺ ചെയ്യാനും കൺട്രാക്ട് ചെയ്യാനും എബിലിറ്റി ഉള്ള ടിഷ്യൂ ആണ് മസിൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ദെൻ ഏരിയോളർ ടിഷ്യൂ. അപ്പം ലൂസ് കണക്റ്റീവ് ടിഷ്യൂ വരുന്നതാണ് ഏരിയോളർ ടിഷ്യൂ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സറൗണ്ടിങ് ടിഷ്യൂസിന് ഒരു വാട്ടർ റിസർവോയർ ആയിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും ഏരിയോളർ ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അടുത്തത് ബാക്ടീരിയൽ സെൽ വോൾ. ബാക്ടീരിയൽ സെൽ വോൾ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ബാക്ടീരിയൽ സെൽ വോൾ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ബാക്ടീരിയൽ സെൽ വോൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഏതൊക്കെയാ വരുന്നത്? സെൽ വോൾ എന്ന് പറയുന്നത് പ്ലാന്റ്സിലുള്ളതാണ് അല്ലേ? പ്ലാന്റ്സിലുള്ളതാണ്. പ്ലാന്റ്സിനെ ആണെങ്കിൽ സെല്ലുലോസ് ആണ് വരുന്നത്. സെല്ലുലോസും കൈറ്റിനും വരാറുണ്ട്. ബാക്ടീരിയയുടെ ആണെങ്കിൽ ഏതാ വരുന്നത്? പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ് വരുന്നത്. പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ് വരുന്നത്. പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ് വരുന്നത്. ഓക്കെ. ഇനി ഔട്ടർ തിൻ ലിവിങ് പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ആനിമൽ സെല്ല്. ആനിമൽ സെല്ലിന്റെ ഔട്ടർ തിൻ ലെയറിന് ഏതാ വരുന്നത്? ഏതാ വരുന്നത്? ഔട്ടർ തിൻ പ്രൊട്ടക്റ്റീവ് ലെയർ ഏതാ വരുന്നത്? ആനിമൽ സെല്ല് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ വരും. ഇതിന് ആനിമൽ സെല്ലിന് സെൽ വോൾ ഇല്ല. പ്ലാന്റ് സെല്ലിന് മാത്രമേ അല്ലേ ഉള്ളൂ സെൽ വോള്. ആനിമൽ സെല്ലിന്റെ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആയിട്ട് വരുന്ന ഏതാണ്? പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഈ നിങ്ങൾ ശരിക്കും നോക്കുവാണെങ്കിൽ പ്ലാന്റ് സെൽ എടുത്ത് നോക്കുവാണെങ്കിൽ സെൽ വോളിന്റെ അകത്തായിരിക്കും ഈ പ്ലാസ്മ മെംബ്രെയിൻ വരുന്നത്. ഓക്കെ. പ്ലാസ്മ മെംബ്രെയിന്റെ ഫംഗ്ഷൻ തന്നെ ആനിമൽ സെല്ല് മോളിക്യൂൾസിനെ സെല്ലിന്റെ അകത്തോട്ടും പുറത്തോട്ടുമുള്ള മൂവ്മെന്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? സെൽ മെംബ്രെയിൻ ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഷ്വാൻ ആണ് കേട്ടോ ഇത് ഡിസ്കവർ ചെയ്തത്. ഷ്വാൻ ആണ് ഡിസ്കവർ ചെയ്തത്. ന്യൂക്ലിയസ് ആരാ ഡിസ്കവർ ചെയ്തത്? ന്യൂക്ലിയസ് ആരാ ഡിസ്കവർ ചെയ്തത്? ന്യൂക്ലിയസ് ആരാ ഡിസ്കവർ ചെയ്തത്? ന്യൂക്ലിയസ് ആരാണ് ഡിസ്കവർ ചെയ്തത്? അതൊക്കെ പറയാം. അതൊക്കെ ആൻസർ ചെയ്തത്. ന്യൂക്ലിയസ് ആരാ ഡിസ്കവർ ചെയ്തത്? റോബർട്ട് ബ്രൗൺ. റോബർട്ട് ബ്രൗൺ ആണ് നമ്മുടെ ഒരു സെല്ലിലെ എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ന്യൂക്ലിയസ് ആണ്. സോ കൺട്രോളിംഗ് റൂം ഓഫ് ദ സെൽ എന്നാണ് പറയുന്നത്. റോബർട്ട് ബ്രൗൺ ആണ് ഡിസ്കവർ ചെയ്തത്. ഓക്കെ. ഇനി ഒരു ബോഡിയുടെ ഒരു ഇതിന്റെ ഏതായാലും എടുത്ത് നോക്കിയാൽ അതിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലിനെയാണ് പറയുന്നത്. ഇത് ഡിസ്കവർ ചെയ്ത് ഇങ്ങനെ ഒരു ടൈം കോയിൻ ചെയ്തതും ആരാന്നറിയാവോ? റോബർട്ട് ഹുക്കാണ്. അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള മൈക്രോഗ്രാഫിയയിലാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. സെല്ലിന്റെ സ്റ്റഡിയാണ് സൈറ്റോളജി എന്ന് പറയുന്നത്. പ്ലാന്റ് സെല്ല് എം.ജെ. സ്ലീഡനും ആനിമൽ സെല്ല് തിയോഡർ ഷാനുമാണ് ഡിസ്കവർ ചെയ്തത്. ഓക്കെ. ദെൻ സെൽ തിയറി ഉണ്ട്. സെൽ തിയറി പ്രപ്പോസ് ചെയ്ത് എം.ജെ. സ്ലീഡനും തിയോഡർ ഷാനും കൂടാണ് പ്രപ്പോസ് ചെയ്തത്. ഇനി കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സ്മോളസ്റ്റ് സെല്ല് ഏതാണെന്നറിയാവോ? മൈക്രോപ്ലാസ്മ ഗാലിസെപ്റ്റം ആണ് സ്മോളസ്റ്റ് സെല്ല് വരുന്നത്. ബിഗസ്റ്റ് സെല്ല് ഓസ്ട്രിച്ചിന്റെ സെല്ലാണ് വരുന്നത് കേട്ടോ. ദെൻ ലാർജസ്റ്റ് സെല്ല് ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് സെല്ല് വരുന്നത് ഓവത്തിലാണ് വരുന്നത്. സ്മോളസ്റ്റ് സെല്ല് ഹ്യൂമൻ ബോഡിയിലെ വരുന്നത് സ്പേമിലാണ് വരുന്നത്. ലോങ്ങസ്റ്റ് സെല്ല് എന്ന് പറയുന്നത് ന്യൂറോൺ ആണ് വരുന്നത്. ലോങ്ങസ്റ്റ്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ റോബർട്ട് ഹുക്ക് സെല്ലുല എന്ന് പറയുന്ന ഒരു ടേം അദ്ദേഹം കോർക്കിന്റെ ഒരു ടൈനി സ്ലൈസ് എക്സാമിൻ ചെയ്തു. അപ്പൊ എന്നെ കുറച്ച് ടൈനി കമ്പാർട്ട്മെന്റ്സ് കണ്ടു. അതിന് സെല്ലുല എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീടാണ് അത് സെല്ലെന്ന് പറയുന്ന രീതിയിലോട്ട് വന്നത്. പ്രോക്യാരിയോട്ടിക്കും ഉണ്ട് യൂക്യാരിയോട്ടിക്കും ഉണ്ട്. എന്നിട്ട് ബേസിലാ പറയുന്നത് പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ യൂക്യാരിയോട്ടിക്കും പറയാറുണ്ട്. എന്നിട്ട് ബേസിലാ പറയുന്നത് ക്യാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് വരും. വെൽ ഡെവലപ്ഡ് ന്യൂക്ലിയസ് ഉള്ളതിനെയാണ് മെംബ്രെയിൻ മൗണ്ട് ന്യൂക്ലിയസ് ഉള്ളതിനെയാണ് നമ്മൾ യൂക്യാരിയോട്ടിക് എന്ന് പറയുന്നത്. പ്രോ എന്ന് വെച്ചാൽ പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ആയിരിക്കും വരുന്നത്. വെൽ ന്യൂക്ലിയസ് ആയിരിക്കത്തില്ല, സ്മോൾ സൈസ് ന്യൂക്ലിയസ് ആയിരിക്കും വരുന്നത്. സ്റ്റോറേജ് ഓഫ് ഫാറ്റ്സ് ഏതാ വരുന്നത്? സ്റ്റോറേജ് ഓഫ് ഫാറ്റ്സ് ഇൻ ആനിമൽസ് ഒക്വേഴ്സ് ഇൻ വിച്ച് ടിഷ്യൂ? ഏതായിരിക്കും സ്റ്റോറേജ് ഓഫ് ഫാറ്റ്സ്? അഡിപ്പോസ് ടിഷ്യൂ വരുന്നത്. ഏതാ വരുന്നത്?
ഏതാ വരുന്നത്? അഡിപ്പോസൈറ്റ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അടുത്തത് റൈബോസം. റൈബോസം ഉണ്ട്, 2 ടൈപ്പ് റൈബോസം ഉണ്ട് അല്ലേ? റൈബോസം ഉണ്ട്, സെല്ലിനകത്ത് വരുന്നതാണ്. ആരാ ഡിസ്കവർ ചെയ്തത്? റോബിൻസൺ ആൻഡ് ബ്രൗൺ ആണ് ഡിസ്കവർ ചെയ്തത്. 1953 ഡിസ്കവർ ചെയ്തത്. സ്മോൾ ഗ്രാനൂൾ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. സ്മോൾ ഗ്രാനൂൾ ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് റൈബോസം എന്ന് പറയുന്നത്. RNA വെച്ചായിരിക്കും മേഡപ്പ് ചെയ്തിരിക്കുന്നത്. RNA എന്ന് വെച്ചാൽ റൈബോ ന്യൂക്ലിക് ആസിഡ് വരുന്ന. മ്യൂട്ട് ചെയ്തേ. ഓക്കെ. ദെൻ പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് പ്രോട്ടീൻ ഫാക്ടറി എന്ന് പറയും. പ്രോട്ടീൻ ഫാക്ടറി എന്ന് പറയാറ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഉണ്ട്. ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, സൈറ്റോപ്ലാസത്തിനകത്ത് കാണുന്ന ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാതെ, സൈറ്റോപ്ലാസം ഉണ്ട്, പ്രോട്ടോപ്ലാസം ഉണ്ട് അല്ലേ? സൈറ്റോപ്ലാസം ഉണ്ട്, പ്രോട്ടോപ്ലാസം ഉണ്ട്. പ്ലാസ്മ മെംബ്രെയിൻ ഇങ്ങനെ ഔട്ടർ ലെയർ ആയിട്ട് നിൽക്കും. ഈ പ്ലാസ്മ മെംബ്രെയിനെ കവർ ചെയ്തിട്ടൊരു ഇതിന്റെ മൊത്തത്തിലൊരു ഫ്ലൂയിഡ് പ്രസന്റ് ആയിരിക്കും. അതിനെ എന്നാ പറയുന്നത്? ഇതിന്റെ മൊത്തത്തിൽ അകത്തൊരു ഫ്ലൂയിഡ് പ്രസന്റ് ആയിരിക്കും. അതിനെ എന്താണ് പറയുന്നത്? പ്രോട്ടോപ്ലാസം എന്ന് പറയും. പ്രോട്ടോപ്ലാസം എന്ന് പറയും. ഇനി ഇതിനകത്തൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ കാണും. ഈ ന്യൂക്ലിയർ മെംബ്രെയിന് ഔട്ട്സൈഡ് ആയിട്ട് വരുന്നതിനെ നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയും. ന്യൂക്ലിയർ മെംബ്രെയിന് അകത്തായിട്ട് വരുന്നതാണെങ്കിൽ, ന്യൂക്ലിയർ മെംബ്രെയിൻ അകത്തായിട്ട് വരുന്നതിനെ നമ്മൾ ന്യൂക്ലിയോപ്ലാസം എന്ന് പറയും. ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്ത് വരുന്ന ലിക്വിഡിനെയാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ന്യൂക്ലിയോപ്ലാസം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻസൈഡ് ആയിട്ട് വരുന്നതായിരിക്കും ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത്. അപ്പം ഈ സൈറ്റോപ്ലാസത്തിൽ ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിനെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറയും. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിംഗ് ഫ്രെയിം വർക്ക്, സെല്ലിന് സപ്പോർട്ടിംഗ് ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് റൈബോസോമുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണുവാണെങ്കിൽ അതിനെ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്നും, അറ്റാച്ച് ചെയ്തല്ല കാണപ്പെടുന്നതെങ്കിൽ അതിനെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്നുമായിരിക്കും പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ത്രെഡ് ലൈക്ക് ഇങ്ങനെ സ്ട്രക്ചേഴ്സ് കാണും. ഇതിനകത്ത് ഇങ്ങനെ റൈബോസം വന്ന് അറ്റാച്ച്ഡ് ഇങ്ങനെ ആയിട്ട് കാണും. ഇങ്ങനെ ആയിട്ട് കാണുന്നതിനെയാണ് നമ്മൾ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറയുന്നത്. കുറെ ഭാഗത്ത് ഇങ്ങനെ റൈബോസം അറ്റാച്ച്ഡ് ആയിരിക്കത്തില്ല. അതിനെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്നും പറയും. ഓക്കെ, റൈബോസമിനെ വിളിക്കുന്ന എന്നാ? പ്രോട്ടീൻ ഫാക്ടറി എന്ന് പറയും അല്ലേ? ഇപ്പൊ പറഞ്ഞതാ ഞാൻ, പ്രോട്ടീൻ ഫാക്ടറി എന്ന് പറയും. സെൽ തിയറിയുടെ ഒരു എക്സെപ്ഷൻ എവിടാ വരുന്നത്? സെൽ തിയറിയുടെ ഒരു എക്സെപ്ഷൻ എവിടാണ് വരുന്നത്? ഇതിൽ എവിടായിരിക്കും സെൽ തിയറിയുടെ ഒരു എക്സെപ്ഷൻ വരുന്നത്? ഏതിലാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? വൈറസസ് ഉണ്ട് കേട്ടോ. വൈറസ് ഉണ്ടല്ലോ, വൈറസിനെയാണ് സെൽ തിയറിക്ക് ഒരു സെല്ലുലാർ സ്ട്രക്ചർ ലാക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ തന്നെ ആയിരിക്കും സെൽ തിയറിക്ക് ഒരു എക്സെപ്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്തത്, ലാർജസ്റ്റ് സെല്ല് ഏതിന്റെയാ വരുന്നത്? ലാർജസ്റ്റ് സെല്ല് ഏതാ വരുന്നത്? ഓസ്ട്രിച്ചിന്റെ. ഓക്കെ, ബ്ലഡും ലിംഫും എന്ത് ടൈപ്പാ? ബ്ലഡും ലിംഫും എന്ത് ടൈപ്പ് ടിഷ്യൂ ആണ്? കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതിനകത്ത് ബ്ലഡ് എന്ന് പറയുന്നത് തന്നെ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് വരുന്നത് കേട്ടോ. ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് വരുന്നത്. പ്ലാസ്റ്റിഡ് എവിടാ കാണുന്നത്? പ്ലാസ്റ്റിഡ് എവിടാ കാണുന്നത്? ഏതിന്റെ സെല്ലിലാ പ്ലാസ്റ്റിഡ് കാണുന്നത്? പ്ലാസ്റ്റിഡ് പ്ലാന്റ് സെല്ലിൽ മാത്രമേ കാണത്തുള്ളൂ. എന്നാ? ഫുഡിന്റെ മാനുഫാക്ചറിനും സ്റ്റോറേജിനുമായിട്ട് സഹായിക്കുന്നതാണ് പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസിനും മെറ്റാബോളിക് ആക്ടിവിറ്റീസിനും സഹായിക്കുന്നതാണ് കേട്ടോ. ദെൻ
നമ്മൾ നോക്കുവാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റ് എന്നാ ചെയ്യുന്നത്? ഗ്രീൻ കളർ കൊടുക്കും, ഫോട്ടോസിന്തസിസിന് സഹായിക്കും. ഇതിനകത്ത് ക്ലോറോഫിൽ ഉണ്ട്. ദെൻ ക്രോമോപ്ലാസ്റ്റ് ഉണ്ട്. ക്രോമോപ്ലാസ്റ്റ് എന്നാ ആയിരിക്കും? പല കളേഴ്സ്, ഫ്ലവേഴ്സിനും ലീവ്സിനും പ്ലാന്റിനും ഒക്കെ പല കളേഴ്സ് കൊടുക്കുന്നത് ക്രോമോപ്ലാസ്റ്റ് ആയിരിക്കും. ദെൻ ലൂക്കോപ്ലാസ്റ്റ് എന്നാ കളർലെസ് ആയിരിക്കും. അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഉണ്ടല്ലോ, പൊട്ടറ്റോ പോലെയുള്ളത്, അതിന് വരുന്നത് ലൂക്കോപ്ലാസ്റ്റിലായിരിക്കും വരുന്നത്. ക്രോമോപ്ലാസ്റ്റിനകത്ത് പല ടൈപ്പ് ഉണ്ട്. അതിനകത്ത് ടർമറിക്കിന് യെല്ലോ കളർ കൊടുക്കുന്ന ഏതായിരിക്കും? ഏതാണെന്നറിയോ? കുർക്കുമിൻ എന്ന് പറയുന്ന ഒരെണ്ണമാണേ. ക്യാരറ്റിന്റെ ഓറഞ്ച് കളർ കൊടുക്കുന്നത് കരോട്ടിനാണ്. റെഡ് കളർ, ടൊമാറ്റോയ്ക്ക് റെഡ് കളർ കൊടുക്കുന്നത് ലൈക്കോഫിൻ ആണ് കേട്ടോ. ലൈക്കോഫിൻ ആണ് വരുന്നത്. ഓർത്ത് വെക്കുക കേട്ടോ, ഓർത്ത് വെക്കുക, ചോദിക്കാറുണ്ട്. സ്മോളസ്റ്റ് സെൽ ഏതാ വരുന്നത്? മൈക്രോപ്ലാസ്മ ഗാലിസെപ്റ്റം. ഓക്കെ. പ്ലാസ്റ്റിഡ് വിത്തൗട്ട് പിഗ്മെന്റ് ഏതാ വരുന്നത്? പ്ലാസ്റ്റിഡ് വിത്തൗട്ട് പിഗ്മെന്റ് ഏതാ വരുന്നത്? ലൂക്കോപ്ലാസ്റ്റ് വരും. മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയനെ അറിയപ്പെടുന്ന എന്നാ? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നാണ് മൈറ്റോകോൺട്രിയനെ അറിയപ്പെടുന്നത്. ശരിക്കും എന്നാ ചെയ്യുന്നത്? ഓക്സിജനെ, ന്യൂട്രിയന്റിനെ എനർജി റിച്ച് കോമ്പൗണ്ട് ആയിട്ടുള്ള ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ശരിക്കും സെല്ലുലാർ റെസ്പിറേറ്ററി സൈറ്റ് ആണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. എനർജി സ്റ്റോർ ചെയ്ത് വെക്കും ATPയുടെ ഫോമിൽ മൈറ്റോകോൺട്രിയ ചെയ്യുന്നത്. ഓക്കെ. പവർ ഹൗസ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട് കേട്ടോ. പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നും പറഞ്ഞ് ചോദിക്കാറുണ്ട്. ആരാ മൈറ്റോകോൺട്രിയനെ ഡിസ്കവർ ചെയ്ത ആരാ? റിച്ചാർഡ് ഓൾട്ട്മാൻ ആണ് കേട്ടോ. 1890-ലാണ് വരുന്നത്. ഈ ഒരു ടേം കോയിൻ ചെയ്തത്, ശരിക്കും പറഞ്ഞാൽ റിച്ചാർഡ് കോയിൻ ചെയ്ത് ബയോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേം ആയിരുന്നു. അതിനുശേഷം കാൾ ബെൻഡെ ആണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഈ ടേം കോയിൻ ചെയ്തത്. അടുത്തത് കൂളംനാർ സെൽസ്. സെക്രീഷന് വേണ്ടിയുള്ള കൂളംനാർ സെൽസ് ദാറ്റ് ആർ സ്പെഷ്യലൈസ്ഡ് ഫോർ സെക്രീഷൻ ആർ കോൾഡ്. കൂളംനാർ സെൽസിനെ എന്താണ് പറയുന്നത്? ഏതാ വരുന്നത്? പ്ലാൻ ഹോർമോൺസ് നോക്കിയില്ലായിരുന്നോ? പ്ലാൻ ഹോർമോൺസ് നോക്കിയില്ലായിരുന്നോ? പ്ലാൻ ഹോർമോൺസ് നോക്കിയായിരുന്നോ? ആൻസർ ഇല്ല. ഓക്കെ. എന്നെ പറഞ്ഞോണ്ടിരുന്ന കൂളംനാർ സെൽസ് എന്തിനാ വേണ്ടി? കൂളംനാർ എപ്പിത്തീലിയമാണ് വരുന്നത്. കൂളംനാർ എപ്പിത്തീലിയം, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ സീലിയേറ്റഡ് കൂളംനാർ എപ്പിത്തീലിയം ഓർ ഗ്രാൻഡുലർ എപ്പിത്തീലിയം എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് കേട്ടോ. നമുക്ക് സീലിയ പ്രസൻസ് ആയിരിക്കും. ഇതിന്റെ മെയിൻ ഇതെന്ന് പറയുന്നത് സെക്രീഷനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ സിംഗിൾ ലെയർ അറേഞ്ച്മെന്റ്, സിംഗിൾ സെല്ലിന്റെ അറേഞ്ച്മെന്റിന് സഹായിക്കുന്നതാണ് കുളംനാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. പ്ലാൻ ഹോർമോണ്, ഓക്സിൻ എന്ന് പറയുന്ന പ്ലാൻ ഹോർമോൺ ഏതൊക്കെയാ വരുന്നത്? അതായത് പ്ലാൻ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് മോളിക്യൂൾസ് ആയിരിക്കും. ഒരു എക്സ്ട്രീംലി ലോ കോൺസെൻട്രേഷനിൽ പ്ലാന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും പ്ലാൻ ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇനി
ശരിക്കും പറയുവാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, കെമിക്കൽ സബ്സ്റ്റൻസ് ആയിരിക്കും പ്ലാന്റിന്റെ ഗ്രോത്ത്, അതായത് അതിന്റെ മോർഫോളജി, ഫിസിയോളജി, ബയോകെമിക്കൽ റെസ്പോൺസസ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയുന്നത്. രണ്ടായിട്ട് തിരിക്കാം. ഗ്രോത്തും ഉണ്ട്, ഗ്രോത്ത് പ്രൊമോട്ടേഴ്സും ഉണ്ട്, ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സും ഉണ്ട്. ഗ്രോത്ത് പ്രൊമോട്ടർ ആണ് ഓക്സിൻ, സൈറ്റോകിനിൻ, ഗിബ്രലിൻ എന്ന് പറയുന്നത്. ഗ്രോത്ത് ഇൻഹിബിറ്റർ ഏതൊക്കെയാണെന്ന് അറിയാവോ? ഗ്രോത്ത് ഇൻഹിബിറ്റർ എത്തിലിനും അബ്സിസിക് ആസിഡുമാണ് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഓക്സിൻ എന്ന് പറയുന്ന ടൈം കോൺ ചെയ്ത ആരാ? 1931 കോഗൽ ആൻഡ് ഹേ സ്മിത്ത് ആണ് കേട്ടോ. കോഗൽ ആൻഡ് ഹേഗൻ സ്മിത്ത് ആണ് വരുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആയിരിക്കും വരുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്തത് സൈറ്റോകൈനിൻ ആർ പ്ലാന്റ് ഹോർമോൺസ് ദാറ്റ് പ്രൊമോട്ട് ഡാഷ് ഇൻ പ്ലാന്റ് സെൽസ്. എന്തോ സൈറ്റോകിനിൻ സഹായിക്കുന്നത്? സൈറ്റോകിനിൻ ശരിക്കും റാപ്പിഡ് സെൽ ഡിവിഷന് സഹായിക്കുന്നത്. റാപ്പിഡ് സെൽ ഡിവിഷനും സെൽ എൻലാർജ്മെന്റിനും ഒക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ സൈറ്റോകിനിൻ എന്ന് പറയുന്ന ഹോർമോൺ വരുന്നത്. കൂടുതൽ മൈറ്റോസിസ് നടക്കും. കൂടുതൽ മൈറ്റോസിസ് നടന്നാൽ മോർ സെൽസ് ഉണ്ടാവും, അങ്ങനെ പ്ലാന്റ് ഗ്രോത്ത് നടക്കും എന്നാണ് പറയുന്നത്. അതിനാണ് സൈറ്റോകിനിൻ സഹായിക്കുന്നത്. ലിക്വിഡ് എൻഡോസ്പേം, കോക്കനട്ടിന്റെ ലിക്വിഡ് എൻഡോസ്പേമിലാണ് ഇത് വരുന്നത്. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എത്ര ടൈപ്പാ ഉള്ളത്? ഇപ്പം ഞാൻ പറഞ്ഞതാണ്. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എത്ര ടൈപ്പാ ഉള്ളത്? 2, റഫും സ്മൂത്തും വരും. ലോങ്ങസ്റ്റ് ഹ്യൂമൻ സെൽ ഏതാ വരുന്നത്? ഏതാ വരുന്നത്? ലോങ്ങസ്റ്റ് ഏതാ വരുന്നത് പിള്ളേരെ? ലോങ്ങസ്റ്റ് ഏതാ വരുന്നത്? നെർവ് സെല്ലാണ് വരുന്നത്. നെർവ് സെല്ലാണ് വരുന്നത്. ലൈസോസമിനെ എന്നാ പറയുന്നത്? ലൈസോസം നമ്മുടെ സെല്ലിനകത്ത് പ്രസന്റ് ആയിരിക്കുന്ന ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് ലൈസോസം എന്ന് പറയുന്നത്. ഇന്റർ സെല്ലുലർ ഡൈജഷൻ ആണ് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്നാണ്? സൂയിസൈഡൽ ബാഗ് ഓഫ് ദ സെൽ എന്നാണ് അറിയപ്പെടുന്നത്. ഗോൾഗി അപ്പാരറ്റസ് കണ്ടുപിടിച്ചതാരാ? ഗോൾഗി അപ്പാരറ്റസ് കണ്ടുപിടിച്ചത് ആരാണ്? അല്ലെങ്കിൽ അതിനെ ഗോൾഗി ബോഡീസ് എന്നും പറയാറുണ്ട്. ആരാ? കാമിലോ ഗോൾഗിയാണ് കണ്ടുപിടിച്ചത് അല്ലെ? കാമിലോ ഗോൾഗിയാണ് കണ്ടുപിടിച്ചത്. എന്തു പറയുന്നത്? പുറത്തോട്ട് വിടുക, അതായത് സെക്രീറ്ററി ഓർഗനല്ലയാണ് വരുന്നത്. ഗ്രൂപ്പ് ഓഫ് ട്യൂബ്സ്, വെസിക്കിൾസ്, വാക്യൂളൊക്കെ ഇതായിട്ട് വരുന്നതാണ്. ശരിക്കും സെക്രീറ്ററി ഓർഗനല ഓഫ് ദ സെല്ലാണ് വരുന്നത്. ഓക്കെ, ഗ്രോത്ത് ഇൻഹിബിറ്റർ ഹോർമോൺ ഏതാ വരുന്നത്? അബ്സിഷൻ അല്ലെങ്കിൽ ഡോർമൻസിക്ക് റെഗുലേറ്റ് ചെയ്യുന്നത്. റെഗുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യുന്നത്. ഏതാ വരുന്നത്? പ്ലാന്റ് ഹോർമോണിനകത്ത് വരുന്നത് ഏതാ വരുന്നത്? ഞാനിപ്പോ പറഞ്ഞ പ്ലാന്റ് ഹോർമോൺസ് ഇല്ലേ, അതിനകത്ത് വരുന്നത് ഏതാ വരുന്നത്? ജി ഗ്രോത്ത് ഇൻഹിബിറ്റർ ഹോർമോൺ ഏതാ വരുന്നത്? എഥിലിനും അബ്സിസിക് ആസിഡും ആണ് വരുന്നത് കേട്ടോ. അതിനകത്ത് ഞാൻ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് പറയാം. സൈറ്റോകിനിൻ പറഞ്ഞായിരുന്നു. ഓക്സിൻ എന്ന് പറയുന്നത് ആദ്യമായി ഡിസ്കവർ ചെയ്ത പ്ലാന്റ് ഹോർമോണാണ് വരുന്നത്. ഓക്കെ, ഡാർവിൻ ആണ് ഡിസ്കവർ ചെയ്ത് ടേം കൊടുത്തത്. കോഗൽ ആൻഡ് ഹേഗൻ സ്മിത്ത് ആണ് കൊടുത്തത്. ശരിക്കും പ്ലാന്റിന്റെ ഗ്രോത്തിനെ സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെ ഒക്കെ ടിപ്പിലായിട്ടായിരിക്കും ഇത് ഇരിക്കുന്നത്. എന്നിട്ട് ഇതന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. സൈറ്റോകിനിൻ സെൽ ഡിവിഷന് സഹായിക്കും. ഇനി സൈറ്റോകിനിന്റെ ആപ്ലിക്കേഷൻ ഡിലേ ആകുന്ന ആ പ്രോസസ്സിനെയാണ് അത് ഏജിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട് പ്ലാന്റ്സിൽ നടക്കുന്ന, അതിനെ ഡിലേ ആക്കും. സൈറ്റോകിനിൻ ആ ഒരു എഫക്റ്റിനെയാണ് റിച്ച്മണ്ട് ലാങ് എഫക്റ്റ് എന്ന് പറയുന്നത്. റിച്ച്മണ്ട് ലാങ് എഫക്റ്റ് എന്ന് പറയുന്നത് ഏജിങ് പ്ലാന്റ്സിൽ ഡിലേ ആക്കുന്ന പ്രോസസ്സിനെയാണ് റിച്ച്മണ്ട് ലാങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതൊരു സൈറ്റോകിനിന്റെ ആപ്ലിക്കേഷനകത്ത് വരുന്നതാണ്. ദെൻ ഗിബറലിൻ ഉണ്ട്. ഗിബറലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞായിരിക്കും സീഡിന്റെ ഡോർമൻസിയെ ബ്രേക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ഏത് വരുന്നത്? സീഡിന്റെ ഡോർമൻസിയെ ബ്രേക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഏതാണ് വരുന്നത്? ഗിബറലിൻ ആണ് വരുന്നത്. സ്റ്റെം എലോങ്ങേഷന് സഹായിക്കും. ജെർമിനേഷനും ഇത് സഹായിക്കും. ജെർമിനേഷനും സഹായിക്കും. ഇനി ഗ്രോത്ത് ഇൻഹിബിറ്റർ. ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്. അത് അബ്സിഷനെയും അതുപോലെ അബ്സിഷൻ എന്ന് പറഞ്ഞ എന്നാ? അബ്സിഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ലീവ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട് ഇതിനെ ബ്രാഞ്ചിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് അബ്സിഷൻ എന്ന് പറയുന്നത്. ഡോർമൻസിയെ
ഡോർമൻസിയെയും അതേപോലെ തന്നെ അബ്സിഷനെയും റെഗുലേറ്റ് ചെയ്യുന്ന ഗ്രോത്ത് ഇൻഹിബിറ്റർ ഹോർമോൺ എന്ന് പറയുന്ന ഏതാണ്? അബ്സിസിക് ആസിഡ് ആണ് വരുന്നത്. ഓക്കെ, പ്ലാന്റിന്റെ ക്ലോറോപ്ലാസ്റ്റിലായിട്ട് കാണുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇത് പല സ്ട്രെസ് കണ്ടീഷനിലും പ്ലാന്റിനെ ടോളറൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ സ്ട്രെസ് ഹോർമോൺ എന്നും പറയാറുണ്ട്. എഥിലിൻ ഉണ്ട്. എഥിലിൻ എന്ന് പറയുന്നത് ഗേഷ്യസ് സ്റ്റേറ്റിൽ കാണുന്ന ഒരേ ഒരു പ്ലാന്റ് ഹോർമോൺ ആണ് എഥിലിൻ എന്ന് പറയുന്നത്. ഫ്രൂട്ട്സിന്റെ റൈപ്പനിങ്ങിനും മെച്ചുറേഷനും ആയിട്ട് സഹായിക്കുന്നതാണ് എഥിലിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലീവ്സ്, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സിനെയൊക്കെ സെപ്പറേഷൻ ചെയ്യുന്നതും എഥിലിനാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത ആരാ? പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ആരാണ്? ടേം കോയിൻ ചെയ്ത ആരാ? ഒരു സെക്സ് ഫിസിയോളജിസ്റ്റ് ആണ് കേട്ടോ. ഫിസിയോളജിസ്റ്റ് ആണ്. ആരാ പ്രോട്ടോപ്ലാസം? പുർക്കിഞ്ചി. ജെ.ഇ. പുർക്കിഞ്ചി ആണ് കേട്ടോ. ജെ.ഇ. പുർക്കിഞ്ചി ആണ് ഇങ്ങനെ ഒരു ടേം കോയിൻ ചെയ്തത്. 1839 വന്നത്. അടുത്തത് ഗേഷ്യസ് പ്ലാന്റ് ഹോർമോൺ ഏതാ വരുന്നത്? ഗേഷ്യസ് പ്ലാന്റ് ഹോർമോൺ ഏതാ വരുന്നത്? എഥിലിൻ ആണ് വരുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ഒരേ ഒരു ഗേഷ്യസ് പ്ലാന്റ് ഹോർമോൺ എഥിലിൻ ആണ് വരുന്നത്. ദെൻ അടുത്തത് പ്രോകാരിയോട്ടിക് സെല്ലിൽ കാണുന്ന പ്രോകാരിയോട്ടിക് സെൽ എന്നാന്ന് പറഞ്ഞായിരുന്നു. അതിനകത്ത് കാണുന്ന റൈബോസം ഏതാ വരുന്നത്? 70S റൈബോസം ആവട്ടെ വരുന്നത്. 70S റൈബോസം ആണ് വരുന്നത്. ഓക്കെ, ഫ്രൂട്ട്സിന്റെ റൈപ്പനിങ്ങിന് സഹായിക്കുന്ന ഏതാണ്? ഫ്രൂട്ട്സിന്റെ റൈപ്പനിങ്ങിന് സഹായിക്കുന്നത് ഏതാണ്? ഫ്രൂട്ട്സിന്റെ റൈപ്പനിങ്ങിന് സഹായിക്കുന്നത് ഏതാ? റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സിനും മെച്ചുറേഷനും സഹായിക്കുന്ന ഏതാണ്? എഥിലിൻ ആണ് സഹായിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു. ദെൻ അടുത്തത് മെയിൽ ഫ്ലവർ ഇൻ മൊണീഷ്യസ് പ്ലാന്റ്സ്. മൊണീഷ്യസ് പ്ലാന്റ്സിൽ മെയിൽ ഫ്ലവറിന്റെ പ്രൊഡക്ഷന് സഹായിക്കുന്ന ഏതാന്ന് അറിയാവോ? ഗിബറലിനാണ് കേട്ടോ. ഗിബറലിനാണ് സഹായിക്കുന്നത് മെയിൽ ഫ്ലവറിന്റെ പ്രൊഡക്ഷന് മൊണീഷ്യസ് പ്ലാന്റ്സിൽ. ക്ലോറോഫിൽ അല്ലെങ്കിൽ ഗ്രീൻ പിഗ്മെന്റ് ഉള്ള പ്ലാസ്റ്റിഡിനെ എന്നാ പറയുന്നത്? ക്ലോറോഫിൽ അല്ലെങ്കിൽ ഗ്രീൻ പിഗ്മെന്റ് ഉള്ള പ്ലാസ്റ്റിഡിനെയാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സൈറ്റോകിനിൻ ഏത് പ്രോസസ് ആണ് ഡിലേ ചെയ്യുന്നത്? അതിനെ എന്നാ പറയുന്നത്? പ്രോസസ് ഓഫ് ഏജിങ് സൈറ്റോകിനിന്റെ ആപ്ലിക്കേഷൻ ഡിലേ ചെയ്യും. ഓക്കെ, സൈറ്റോകിനിൻ വെച്ച് നമുക്ക് ഡിലേ ചെയ്യാനായിട്ട് പറ്റും. ആ പ്രോസസ്സിനെയാണ് റിച്ച്മണ്ട് ലാങ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഡെഡ് സെൽസ് ഉള്ളത് ഏത് ടിഷ്യൂലാ? ഡെഡ് സെൽസ് ഉള്ളത് ഏത് ടിഷ്യൂയിലാണ് ഉള്ളത്? പ്ലാന്റ് സെൽസ്. ഓക്കെ, അത് സെയിം ഫങ്ഷൻ പെർഫോം ചെയ്യുന്ന സെൽസിന്റെ കളക്ഷനെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുന്നത്. പ്ലാന്റ്സിനകത്ത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഉണ്ട്, നോൺ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഉണ്ട്. മെരിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? സെൽസ് ഡിവിഷൻ നടക്കുന്നതായിരിക്കും അല്ലെ? സെൽ ഡിവിഷൻ നടക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇതിനെ ഏത് റീജിയനിലാണോ അത് പ്രസന്റ് ആയിരിക്കുന്നത് അതനുസരിച്ച് എപ്പിക്കൽ, ഇന്റർകാലറി, ലാറ്ററൽ എന്ന് തിരിക്കാം. ഇനി നോൺ മെരിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ക്വസ്റ്റ്യൻസിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. അല്ലെങ്കിൽ ജസ്റ്റ് മൊത്തത്തിൽ ക്വസ്റ്റ്യൻ എഴുതാൻ നിന്നാൽ ടൈം കിട്ടത്തില്ല. ഇതെല്ലാം ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യനാ. മൊത്തത്തിൽ ക്വസ്റ്റ്യൻ എഴുതി വെക്കാനായിട്ട് നിന്നാൽ ടൈം കിട്ടത്തില്ല. ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെച്ചോ. ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെക്കുക. ക്വസ്റ്റ്യന്റെ PDF ഷെയർ ചെയ്യത്തില്ലടാ. ക്വസ്റ്റ്യൻസിന്റെ PDF ഷെയർ ചെയ്യത്തില്ല. സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം.
PDF ഷെയർ ചെയ്യലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് PDF ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ക്വസ്റ്റ്യൻസിന്റെ PDF ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. പിന്നെ ഇത് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ കണ്ട നോട്ടിലില്ല ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാ. പ്രീവിയസ് ഇയർലി ഓരോന്നും ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണേ ഉള്ളൂ. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറ്റും. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഓക്കെ. അപ്പം ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഡിവൈഡ് ചെയ്യാത്ത സെൽസിനെയാണ് നമ്മൾ പെർമനന്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് സിമ്പിളും കോംപ്ലക്സും ആയിട്ട് തിരിക്കാം. ഇത് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ടിഷ്യൂസ് ആയിരിക്കും. കോംപ്ലക്സ് എന്ന് പറയുന്നത് നമ്മുടെ വാസ്കുലർ ടിഷ്യൂസ് വരും. ദെൻ ഈ സിമ്പിൾ ടിഷ്യൂസിനെ തന്നെ മൂന്നായിട്ട് തിരിക്കാം. പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. ഓക്കെ. പെർമനന്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്നാ ഡിറൈവ് ചെയ്തതായിരിക്കും കേട്ടോ. ഡിറൈവ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൽ നിന്ന് ആൻസർ എല്ലാത്തിന്റെയും ഞാൻ പറയുന്നുണ്ടല്ലോ. ആൻസർ ഞാൻ എല്ലാത്തിന്റെയും പറയുന്നില്ലേ. ഇതൊക്കെ ബേസ് ആയിട്ട് വരുന്ന ആൻസർ എല്ലാത്തിന്റെയും പറഞ്ഞു പോകുന്നില്ലേ. ഓക്കെ. ഓക്കെ. ഞാനിത് എന്തേലും എഴുതാൻ വരുമ്പോൾ ഇത് ക്ലിയർ ചെയ്യും. അപ്പൊ അതിൽ ആൻസർ പോവുകയും ചെയ്യും. ജസ്റ്റ് ക്വസ്റ്റിന്റെ നമ്പർ ഇട്ടിട്ട് ആൻസർ മാത്രം നോട്ട് ചെയ്ത് വെക്കാം. ജസ്റ്റ് ക്വസ്റ്റിന്റെ നമ്പർ ഇട്ടിട്ട് ആൻസർ മാത്രം നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ക്വസ്റ്റിനും കൂടെ കിട്ടുമ്പോൾ നോക്കിയാൽ പോരെ. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്തെങ്കിലും എഴുതാൻ നേരത്ത് വരുമ്പോൾ അത് ഇറൈസ് ചെയ്യുമ്പോൾ അത് പോവും. ഇപ്പം സിമ്പിള് വരുന്നത് 3 പാരൻ കൈമ വരും, പാരൻ കൈമ വരും, ദെൻ കോളൻ കൈമ വരും, സ്ക്ലീറൻ കൈമ വരും. ഓക്കെ. അപ്പം പെർമനന്റ് ടിഷ്യൂ പെർമനന്റ് ടിഷ്യൂ എന്ന് പറയുന്നത് എന്നാ ശരിക്കും വരുന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആയിരിക്കും. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ് വരുന്നത്. അതിന് ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ലോസ് ആയിട്ടുള്ളതാണ് വരുന്നത്. ഇനി അതെന്നായിരിക്കും മെച്യൂർ ഫോം അറ്റൈൻ ചെയ്തതായിരിക്കും വരുന്നത്. മെച്യൂർ ഫോം അറ്റൈൻ ചെയ്തിട്ടുള്ളതായിരിക്കും വരുന്നത്. ഓക്കെ. ദെൻ ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിവിടെ നിങ്ങളെ എക്സ്ട്രാ ആയിട്ടൊന്നും പറയുന്നില്ല. എക്സ്ട്രാ ആയിട്ടൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഇത് ക്ലാസ് കണ്ടിട്ട് വന്നതാ. ക്ലാസ് കണ്ടിട്ട് വന്നവരായതുകൊണ്ട് നിങ്ങൾക്കൊരു റിവിഷൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് കുറച്ച് നമ്മൾ കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും. പക്ഷെ ഓൾറെഡി ക്ലാസ് കണ്ടിട്ട് ഞാൻ ആദ്യമേ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു നിങ്ങൾക്കൊരു റിവിഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതോടെ അതിന്റെ കുറെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നും കൂടെ കേൾക്കുമ്പോൾ ഒരു റിവിഷൻ ആവുമല്ലോ, ഒന്ന് റിവൈസ് ചെയ്യുമല്ലോ എന്ന് കരുതിയിട്ടാ. പക്ഷെ ഇതിനകത്ത് പകുതി പേര് ആൻസർ പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി കേട്ട സാധനം പിന്നെ നോട്ട് എഴുതി വെക്കുവാണെങ്കിൽ നല്ലൊരു നോട്ടും കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ. കുറച്ച് സ്ലോ ആയിട്ട് പറയാം, നോട്ട് ചെയ്തോ. ഓക്കെ. ഡെഡ് സെൽ എന്നറിയപ്പെടുന്ന ടിഷ്യൂ ഏതാ? ഡെഡ് സെൽ എന്ന് അറിയപ്പെടുന്ന ടിഷ്യൂ ഏതാ? ഡെഡ് സെൽ എന്നറിയപ്പെടുന്ന ഇതിനകത്ത് ഏതാ? പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമയുണ്ട്. അതിനകത്ത് സ്ക്ലീറൻ കൈമയാണ് ഡെഡ് സെൽ എന്നറിയപ്പെടുന്നത് അല്ലേ. സീഡ്സ്, നട്ട്സ് അതിന്റെ കവറിങ്ങിലായിട്ടാണ് സ്ക്ലീറൻ കൈമ വരുന്നത്. അതുപോലെ തന്നെ ഈ സ്ക്ലീറൻ കൈമയായിരിക്കും നമ്മുടെ പ്ലാന്റിന് ഒരു സ്ട്രെങ്തും സപ്പോർട്ടും ഒക്കെ, പാർട്സിന് ഒരു സപ്പോർട്ടും ഒക്കെ കൊടുക്കുന്ന ആരാണ്? സ്ക്ലീറൻ കൈമയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ കോളൻ കൈമ എടുത്തു നോക്കുവാണെങ്കിൽ കോളൻ കൈമ എന്നാ ചെയ്യുന്നത്? കോളൻ കൈമ പ്ലാന്റ്സ് ഒടിഞ്ഞു പോകുന്നതിൽ നിന്ന് തടയുന്നത്, അതായത് ഫ്ലെക്സിബിലിറ്റി കൊടുക്കും.
ഒരു സ്ട്രക്ചറൽ ഫ്രെയിം വർക്കും മെക്കാനിക്കൽ സപ്പോർട്ടും ഒരു ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ കൊടുക്കുന്നതാണ് കോളൻ കൈമ എന്ന് പറയുന്നത്. ദെൻ പാരൻ കൈമ. പാരൻ കൈമ എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത്? ഫോട്ടോസിന്തസിസിന് സഹായിക്കും, ഫുഡ് സ്റ്റോറേജ് ഇതിനൊക്കെ സഹായിക്കുന്നതാണ് പാരൻ കൈമ എന്ന് പറയുന്നത്. പിന്നെ പ്ലാന്റ്സിനെ വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നത് പാരൻ കൈമയാണ് സഹായിക്കുന്നത്. ഓക്കെ, ഡിവിഷൻ കപ്പാസിറ്റി ലോസ് ആയിട്ടുള്ള സെൽസ് ആണ് പെർമനന്റ് സെൽസ് വരുന്നത്. അതിനകത്ത് വരുന്നതാണ് കേട്ടോ സിമ്പിൾ ടിഷ്യൂ. സിമ്പിൾ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് വെച്ച് മെയ്ഡ് ചെയ്തിരിക്കുന്നതായിരിക്കും സിമ്പിൾ ടിഷ്യൂ എന്ന് വരുന്നത്. അതിനകത്ത് വരുന്ന അത് കഴിഞ്ഞിട്ട് കോംപ്ലക്സ് ടിഷ്യൂ ഉണ്ട്. കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നോ അതിൽ കൂടുതലോ സെൽസ് വെച്ച് മെയ്ഡ് ചെയ്തിരിക്കുന്നതായിരിക്കും കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്നതാണ് നമ്മുടെ പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലിറൻ കൈമ വരുന്നത്. ഓക്കെ, സിമ്പിൾ ടിഷ്യൂ അല്ലെങ്കിൽ ഗ്രൗണ്ട് ടിഷ്യൂവിനകത്ത് വരുന്നതാണ് പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലിറൻ കൈമ എന്ന് പറയുന്നത്. കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂവിനകത്താണ് സൈലം ഫ്ലോയോ ഒക്കെ വരുന്നത്. സൈലം എന്നാ ചെയ്യുന്നത്? സൈലം വാട്ടറിനെയും മിനറൽസിനെയും കണ്ടക്ട് ചെയ്യും. ഫ്ലോയോ ലീവ്സ് പ്രിപ്പയർ ചെയ്ത ഫുഡിനെ പ്ലാന്റ്സിന്റെ പല പാർട്സിലോട്ട് എത്തിക്കുന്നത് ഫ്ലോയമായിരിക്കും പോകുന്നത്. ട്രങ്ക് ഓഫ് എ ട്രീ ഇൻക്രീസസ് ഇൻ ഗ്രിത്ത് ഡ്യൂ ടു സെൽ ഡിവിഷൻ ഇൻ എവിടാ വരുന്നത്? ട്രങ്ക് ഓഫ് എ ട്രീ ഇൻക്രീസസ് ഇൻ ഗ്രിത്ത്. ഏതിന്റെ ഇതിലാ വരുന്നത്? പറഞ്ഞോ, ആൻസർ പറഞ്ഞോ. ഏതിന്റെ ആക്ടിവിറ്റി മൂലമായിരിക്കും വരുന്നത്? ഒരു സെക്കൻഡറി ഗ്രോത്ത് പ്രോസസ്സ് വരുന്നതാണ്. അതായത് നമ്മുടെ ലാറ്ററൽ മെരിസ്റ്റത്തിന്റെ ആക്ടിവിറ്റി മൂലം വരുന്നതാണ് കേട്ടോ. വാസ്കുലർ കാമ്പിയോ ഓർക്ക് കാമ്പിയോ ഒക്കെ അവിടെ ആക്ടിവിറ്റി മൂലം വരുന്നതാണ് നമ്മുടെ ട്രീയുടെ ഗ്രിത്തിന്റെ ഇൻക്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡറി ഗ്രോത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മെരിസ്റ്റമാറ്റിക് ഇവിടെ ഏതായിരിക്കും വരുന്നത്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി വരുവേ. അടുത്തത് സൈലം സെൽസിന്റെ സെൽ വോള് എന്തിന് റിച്ച് ആയിട്ടുള്ളതാ വരുന്നത്? സൈലം സെൽസിന്റെ സെൽ വോള് എന്തിന് റിച്ച് ആയിട്ടാണ് വരുന്നത്? സൈലം ഉണ്ട്, ഫ്ലോയോ ഉണ്ട്. എന്നാ വരുന്നത്? ഏതാ വരുന്നത്? ലിഗ്നിൻ ആണ് വരുന്നത്. നമ്മുടെ സൈലം സെൽസിനെ വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രഷർ ചേഞ്ച് ഉണ്ടാവും. അതിനെല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഏതാണ്? ഈ സെക്കൻഡറി സെൽ വോളിലായിട്ട് ലിഗ്നിൻ ഡെപ്പോസിറ്റ് ഉണ്ട്. അതാണ് ഈ സെൽ വോളിനെ സ്ട്രോങ് ആക്കുന്നത് കേട്ടോ. ദെൻ ലാറ്ററൽ മെരിസ്റ്റം എന്തിനാണ് വരുന്നത്? 3 ടൈപ്പ് മെരിസ്റ്റം ഉണ്ട്. ലാറ്ററൽ മെരിസ്റ്റം ഉണ്ട്. മെരിസ്റ്റമാറ്റിക് സെൽ ഡിവിഷന് സഹായിക്കും അല്ലേ? അപ്പൊ ഗ്രോത്ത് റീജിയനിലായിട്ടായിരിക്കും വരുന്നത്. എപ്പിക്കൽ മെരിസ്റ്റം റൂട്ടിലും ലെങ്തിലും വരും. ലെങ്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. ലാറ്ററൽ മെരിസ്റ്റം എന്നായിരിക്കും? വിത്തിന്റെ ഇതിനായിട്ടായിരിക്കും വരുന്നത്. പ്ലാന്റ് ബോഡിയുടെ സൈഡിലായിട്ട് ലാറ്ററൽ റീജിയനിലായിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറയുന്നത് എലോങ്ങേഷന്, ലോങ്ങിറ്റ്യൂഡിനൽ ഗ്രോത്തിന് കേട്ടോ, നമ്മുടെ സ്റ്റെം, ലീവ്സ് അതിൻ്റെയൊക്കെ ലോങ്ങിറ്റ്യൂഡിനൽ ഗ്രോത്തിന് സഹായിക്കുന്നതാണ്. എപ്പിക്കൽ മെരിസ്റ്റം എന്തിന് റെസ്പോൺസിബിൾ ആ? അപ്പം എപ്പിക്കൽ മെരിസ്റ്റം എന്തിന് റെസ്പോൺസിബിൾ ആ വരുന്നത്? എപ്പിക്കൽ മെരിസ്റ്റം എന്തിന് റെസ്പോൺസിബിൾ ആണ് വരുന്നത്? എന്തിനാ? ലെങ്ത് എലോങ്ങേഷന് സഹായിക്കുന്നതാണ്.
ടിപ്പിലായിട്ട് വരുന്നതായിരിക്കും. ലെങ്ത് എലോങ്ങേഷന് സഹായിക്കുന്നതാണ്. ഓക്കെ. ഫുഡ് ട്രാൻസ്പോർട്ട് ഏതാ ചെയ്യുന്നത്? ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്? ഇതിനകത്ത് ഫുഡ് ട്രാൻസ്പോർട്ട് നടത്തുന്ന ഏത് വെസലാ? ആൻസർ ചെയ്തേ. ഞാൻ ഓരോ വട്ടം ആൻസർ ചെയ്യണമെന്ന് പറയണോ? മുമ്പേ ഞാൻ പറഞ്ഞതാ, സൈലം ഫ്ലോയം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ്. ഫുഡ് ട്രാൻസ്പോർട്ടേഷൻ ഏതാ ഇതാക്കുന്നത്? ഫ്ലോയം ആണ് ചെയ്യിക്കുന്നത്. ടിഷ്യൂ എന്ന് പറയുന്ന ടേം കൊടുത്തതാരാ? ടിഷ്യൂ എന്ന് പറയുന്ന ടേം കൊടുത്തതാരാണ്? ടിഷ്യൂ എന്ന് പറയുന്ന ടേം പറഞ്ഞ് ആൻസർ ചെയ്തേ. ബിച്ചാറ്റ് ആണ് കേട്ടോ. സേവിയർ ബിച്ചാറ്റ് ആണ് കൊടുത്തത്. ഒരു എന്നാ പറയാ, നമ്മുടെ ഒരു പതോളജിസ്റ്റ് ആയിരുന്നു. മോഡേൺ ഹിസ്റ്റോളജി എന്ന് വെച്ചാൽ എന്നാ വരുന്നത്? ഹിസ്റ്റോളജിയുടെ പിതാവായിട്ട് അദ്ദേഹത്തെ കൺസിഡർ ചെയ്യുന്നത്. ഹിസ്റ്റോളജി എന്തിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്? ഹിസ്റ്റോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഏതാ വരുന്നത്? ടിഷ്യൂസിന്റെ ഓർഗൻസിനെ പറ്റിയുള്ള മൈക്രോസ്കോപ്പിക് സ്റ്റഡിയാണ് ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. അടുത്ത് ഇതിനകത്തുണ്ട് സ്റ്റഡി ഓഫ് ടിഷ്യൂ ഏതാ വരുന്നത്? സ്റ്റഡി ഓഫ് ടിഷ്യൂ ഏതാണ് വരുന്നത്? ഹിസ്റ്റോളജിയാണ് വരുന്നത്. ഓക്കെ. ഇനി ആബ്സെന്റ് ഏതാ? മോണോകോട്ടിൽഡോണും ഡൈകോട്ടിൽഡോൺ പ്ലാന്റും ഉണ്ട്. അതിനകത്ത് ആബ്സെന്റ് ഏതാ വരുന്നത്? മോണോകോട്ട് പ്ലാന്റ്സിൽ ആബ്സെന്റ് ആയിട്ടുള്ള ടിഷ്യൂ ഏതാ? മോണോകോട്ട് പ്ലാന്റ്സിന് ഒരു എക്സാമ്പിൾ പറയാവോ? എക്സാമ്പിൾ ഏതാ വരുന്നത്? മോണോകോട്ട്. ഓക്കെ. ഗ്രാസ്, ദെൻ കോണ്, വീറ്റ് എല്ലാം തന്നെ മോണോകോട്ട് പ്ലാന്റ്സ് വരുന്നതാ. കോണ്, വീറ്റ്, ഗ്രാസ് ഇതെല്ലാം തന്നെ മോണോകോട്ട് പ്ലാന്റ്സ് വരുന്നതാണ്. അതിനകത്ത് ആബ്സെന്റ് ആയിട്ടുള്ള ടിഷ്യൂ ഏതാ വരുന്നത്? കോളൻ കൈമയായിരിക്കും. മോസ്റ്റ് ആയിട്ടുള്ള മോണോകോട്സ് പ്ലാന്റ്സിലും ആബ്സെന്റ് വരുന്ന ഏതാണെന്നറിയാവോ? സ്റ്റെമ്മില്, റൂട്ടില് എല്ലാം തന്നെ ആബ്സെന്റ് ആയിരിക്കും. ഏത് വരുന്നത്? കോളൻ കൈമ ടിഷ്യൂ ആബ്സെന്റ് ആയിരിക്കും വരുന്നത്. അതെന്നെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു വാസ്കുലർ കാമ്പിയോ ആബ്സെന്റ് ആയിരിക്കും. ഇത് ഉദ്ദേശിക്കുന്നത് തന്നെ അതിന് സെക്കൻഡറി ഗ്രോത്ത് നടക്കത്തില്ലെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അടുത്തത് ഗ്രൂപ്പ് ഓഫ് സെൽസ് സിമിലർ ഇൻ ഫോം, ഫങ്ഷൻ ആൻഡ് ഓർഗൻ ഈസ് നോൺ ആസ് ഏതാ വരുന്നത്? ടിഷ്യൂ വരും അല്ലേ? ടിഷ്യൂ ആയിരിക്കും വരുന്നത്. പിന്നെ പ്ലാന്റിന്റെ ഫ്ലെക്സിബിലിറ്റി ഏതിന്റെ പ്രസൻസാ വരുന്നത്? ഞാൻ പറഞ്ഞായിരുന്നു, ഒഴിഞ്ഞു പോകുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുമെന്നും പറഞ്ഞായിരുന്നു. ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഏത് ടിഷ്യൂ ആണ് ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്? കോളൻ കൈമയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹീലിംഗ് പ്ലാന്റ്സിൽ എന്തെങ്കിലും വൂണ്ട് സംഭവിച്ചാൽ ഹീലിംഗ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എവിടാണ് ചെയ്യുന്നതെന്നറിയോ?